അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ഇന്നിവിടെ എന്നെ കയറ്റി നിർത്തിയതിനെ ഓർത്ത് ഞാൻ അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ജോസ്ന. ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നു. ഞാനൊരു നേഴ്സാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 7/8/2023 എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരുടെ കൂടെയാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നത്. അപ്പം ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടെയൊന്നും അല്ല വന്നത്. മാതാവിനെ കണ്ട് പ്രാർത്ഥിക്കണം എന്ന് ഓർത്താണ് വന്നേ. എന്നിട്ട് ഞാൻ തിരിച്ചു പോകാമെന്ന് ഓർത്തു. പക്ഷേ അവർ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ചേച്ചിയൊക്കെ പറഞ്ഞു എടുത്തോളാൻ, വിശുദ്ധിയിൽ ജീവിക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് ഞാൻ അന്ന് ഉടമ്പടി എടുത്തു. അന്ന് പ്രത്യേകമായ രീതിയിൽ എനിക്ക് കാര്യങ്ങളോ ആവശ്യങ്ങളോ ഒന്നും ഞാൻ ഓർത്തിരുന്നില്ല. പക്ഷേ അന്ന് ഞാൻ OET പഠിക്കുന്നുണ്ടായിരുന്നു. ഓൺലൈനായിട്ടാണ് പഠിച്ചത്. ആ സമയത്ത് ഞാൻ അത് ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറേ നാൾ ഞാനത് പഠിച്ചു. ഓൺലൈൻ പിന്നെ ക്ലാസ്സിൽ ഞാൻ കയറാതെയായി. അത് കഴിഞ്ഞിട്ട് ഓഫ്ലൈൻ കുറച്ച് പോയി ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്തിട്ട്. പക്ഷേ 6 മാസത്തോളം പഠിച്ചിട്ട് എനിക്ക് എക്സാം ഒന്നും എഴുതാനുള്ള രീതിക്ക് ആയില്ല. ട്രെയിനേഴ്സ് എന്നോട് പറഞ്ഞായിരുന്നു എഴുതാനുള്ള ഡേറ്റ് എടുക്കാനുള്ള സമയമൊന്നും ആയിട്ടില്ല എന്ന്. പക്ഷേ എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നവരായിരുന്നു, എന്താ എഴുതാത്തെ, ഇത്ര നാളായി പഠിക്കാനൊക്കെ തുടങ്ങിയിട്ടെന്ന്. അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. എന്നിട്ട് ഞാൻ തന്നെ പ്രാർത്ഥിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചൊരു ഡേറ്റ് എടുത്തു. 2024 ഫെബ്രുവരി 10 ഞാൻ എക്സാം എഴുതി. ആ സെൻറ്റർ എൻ്റെ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെയുള്ള സ്കൂളായിരുന്നു. ആ സ്കൂളിൻ്റെ അടുത്ത് പള്ളി തന്നെ ഉണ്ടായിരുന്നു. ഞാൻ എന്നും പള്ളിയിൽ പോകുമ്പം എൻ്റെ വലതു കൈ ഉയർത്തി ഞാൻ സെൻറ്ററിന് നേരെ പ്രാർത്ഥിക്കുമായിരുന്നു, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ എക്സാമിൻ്റെ ഡേറ്റും ചേർന്ന് ഞാൻ ഉടമ്പടി തൈലം എൻ്റെ പാസ്പോർട്ടിലും നെറ്റിയിലും തേച്ചിട്ട് പോയി. ഉപ്പ് ഞാൻ എക്സാം ഹാളിൻ്റെ പുറത്ത് ആരും ചവിട്ടാത്ത രീതിയിൽ ഇട്ടിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് കയറിയത്. എൻ്റെ പെൻസിലിലും ഉടമ്പടി തൈലം തേച്ചിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, എക്സാം എഴുതി. ആദ്യത്തെ 3 മൊഡ്യൂൾസ് മോർണിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞ് സ്പീക്കിങ് ഉച്ച കഴിഞ്ഞിട്ടായിരുന്നു. എനിക്ക് ഏറ്റവും ലാസ്റ്റ് ആയിരുന്നു സ്പീക്കിങ്ങിൻ്റെ സെഷൻ. ആ സമയത്ത് ഞാൻ 4 കൊന്തയും ചൊല്ലിയിട്ടാണ് സ്പീക്കിങ്ങിന് കയറുന്നത്. ആ ഹോളിലിരുന്നവരെല്ലാം ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പഠിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ എനിക്കൊന്നും പഠിക്കാനോ എന്നാ ചെയ്യേണ്ടതെന്നൊന്നും എനിക്ക് തിരിയുന്നില്ലായിരുന്നു. കാരണം അവർ ഓരോ സെഷൻസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു, ഓരോ ടോപ്പിക്ക് വൈസ്. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും പറയാൻ കിട്ടുന്നില്ലായിരുന്നു. ഞാൻ മാതാവിൻ്റെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, വചനം ഇങ്ങനെ കുറേ പറഞ്ഞുകൊണ്ടിരുന്നു. എനിക്ക് മാതാവിനോട് ഞാൻ പറഞ്ഞായിരുന്നു സ്പീക്കിങ്ങിന് കയറുമ്പം ഒരു അടയാളം എനിക്ക് തരണമെന്ന്. എനിക്ക് വന്ന മേഡത്തിൻ്റെ ഡ്രസ്സിൻ്റെ കളറ് ബ്ലൂ ആയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു മാതാവിനെ സഹായിക്കും ഉറപ്പായിട്ടും. അങ്ങനെ 2 ടോപ്പിക് ഉണ്ടായിരുന്നു. സെക്കൻഡ് ടോപ്പിക്ക് പറയുന്നത് എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. പക്ഷേ ആ മേഡം എന്നെ ഇങ്ങനെ കണ്ണടച്ച് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. അവർക്കൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല. പക്ഷേ അവരെനിക്ക് ഇങ്ങനെ പറഞ്ഞോ എന്നുള്ള രീതിക്ക് പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ അതും കഴിഞ്ഞ് ഞാൻ ഇറങ്ങി. എൻ്റെ എക്സാം റിസൾട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു പള്ളിയിൽ പോയിട്ടേ ഞാൻ തുറക്കുള്ളെന്ന്. എക്സാം റിസൾട്ട് വന്നപ്പോൾ ഞാൻ പള്ളിയിൽ പോയി തുറന്നു. എനിക്ക് ഫുൾ മൊഡ്യൂൾസിലും B തന്ന മാതാവ് അനുഗ്രഹിച്ചു. പിന്നീടായിരുന്നു ഫുൾ കടമ്പകൾ ഉണ്ടായിരുന്നത്. ഞാൻ ആ സമയത്ത് ഓൾമോസ്റ്റ് എല്ലാ ഇൻ്റർവ്യൂസും UK-ലേക്കും എല്ലായിടത്തേക്കും നിർത്തി വെച്ചേക്കുമായിരുന്നു. ആർക്കും കിട്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ UK-ക്ക് സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് എക്സ്പീരിയൻസ് ഒന്നും അങ്ങനെ ഇല്ലായിരുന്നു, തുടക്കത്തിലായിരുന്നു. UK CBT വരെ പാസ്സായി. പക്ഷേ എനിക്ക് ഇൻ്റർവ്യൂസ് ഒന്നും കിട്ടിയില്ല. ഞാനതവിടെ ഡ്രോപ്പ് ചെയ്തു. പിന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് എല്ലാവരും പറഞ്ഞൊക്കെ അനുസരിച്ച് ഞാൻ അയർലൻഡിന് കൊടുക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഡിസിഷൻ ലെറ്റർ കിട്ടലാണ്. അതിന് തന്നെ എനിക്ക് ഫുൾ പ്രശ്നങ്ങളായിരുന്നു. എൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒന്നും കറക്റ്റ് അല്ല, അതിൽ സൈൻ ചെയ്തേക്കുന്നത് വിസിബിൾ അല്ല, അത് റിജക്റ്റ് ആവുമെന്ന് ഏജൻസി എന്നോട് പറഞ്ഞായിരുന്നു. പക്ഷേ ഞാൻ മാതാവിനിൽ വിശ്വസിച്ച് അതിന് ഒത്തിരി പൈസ ചിലവ്, അതിൻ്റെ പുറകിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് ഞാൻ തന്നെ പോയി ചെയ്തത്. ആരോടും എനിക്കൊന്നും പറയാനും പറ്റത്തില്ല എന്താ ചെയ്യേണ്ടതെന്നൊന്നും. എന്നിട്ട് ഞാൻ മാതാവിൻ്റെ തൈലം തേച്ച് ആ ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തു. അത് ഏജൻസിക്ക് കൊടുത്തിട്ട് അവരതൊന്നും പ്രോസസ്സ് ചെയ്യുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ 2ാമത് ഇവിടെ ഉടമ്പടി പുതുക്കാൻ വന്ന സമയത്ത് ഞാൻ അവരെ വിളിച്ചു. അന്ന് അവരത് സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ 11ാമത്തെ ദിവസം എനിക്ക് DL കൈ കിട്ടി. പിന്നെ DL കിട്ടിയെന്നല്ലാതെ ഒരു ഇൻ്റർവ്യൂ അയർലൻഡിലേക്കോ എവിടേക്കും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു മാതാവിനോട്. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട ഇനിയിപ്പം ഒന്നും ഉണ്ടാവത്തില്ല എന്നൊക്കെ വിചാരിച്ചു. പിന്നെ ചേച്ചി പറയായിരുന്നു ഇത്രയും പ്രത്യാശ വേണ്ടേ, ഉടമ്പടി എടുത്തിട്ട് നീ പ്രത്യാശ കൈവിട്ടിട്ട് എന്താ കാര്യം എന്ന് പറയുമായിരുന്നു. അങ്ങനെ ഞാൻ വിശ്വസിക്കാൻ തുടങ്ങി. പിന്നെ എന്നോട് പറയുമായിരുന്നു നീ ഇത് കിട്ടിയില്ലല്ലോ, ഇൻ്റർവ്യൂ കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കാതെ കിട്ടിയ കാര്യത്തെ മാത്രം ഓർത്ത് നന്ദി പറ. കാരണം നമുക്ക് കിട്ടാൻ അർഹതയില്ലാത്ത കാര്യങ്ങളാണ് ഈശോ ഇഷ്ടം പോലെ തന്നിട്ടുള്ളത്. അതിനെ മാത്രം ഓർത്ത് നന്ദി പറഞ്ഞാൽ മതി എന്നോട് പറയുമായിരുന്നു. ഞാൻ അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. നവംബർ ആയപ്പോഴത്തേക്ക് എനിക്കൊരു ഇൻ്റർവ്യൂ വന്നു. ആ ഇൻ്റർവ്യൂവിൽ ഞാൻ അറ്റൻഡ് ചെയ്തു, അത് പാസ്സായി. പക്ഷേ പിന്നീട് അങ്ങോട്ടൊന്നും നടന്നില്ല. പിന്നെ ഞാൻ മാതാവിനോട് ഇങ്ങനെ ഉടമ്പടി പുതുക്കുന്നുണ്ടായിരുന്നു, കാരുണ്യപ്രവർത്തികളെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ഇവിടെ വന്ന് പിന്നീട് പുതുക്കി. ഈ ലാസ്റ്റ് 2 മാസത്തിനുള്ളിലാണ് പെട്ടെന്നെല്ലാം എൻ്റെ ശരിയായത്. അതിൻ്റെ ഓഫർ ലെറ്റർ വന്നു, ബാക്കി എല്ലാ കോൺട്രാക്റ്റ് എല്ലാം വന്നു. അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു എട്ടിപ്പിക്കൽ വിസ വേണമായിരുന്നു അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. അതിനുള്ള ഡോക്യുമെൻറ്റ്സ് എനിക്ക് തന്നെ ഏറ്റവും ലാസ്റ്റ് വന്നത്. എൻ്റെ ഏജൻസി പോകുന്നവരിൽ എനിക്ക് ഏറ്റവും ലാസ്റ്റ് വന്നത്.
എനിക്കും 2-3 ചേച്ചിമാരുണ്ടായിരുന്നു. അവർ ഞങ്ങൾ ഒരുമിച്ച് വിസയ്ക്ക് വെച്ചത്. പക്ഷേ ഞങ്ങളുടെ അയർലൻഡിലേക്ക് കൺഫർമേഷൻ എക്സാമിന് വരുമെന്നുള്ള കൺഫർമേഷൻ കൊടുക്കുന്നതിന് മുമ്പ് വിസ വരുമോ എന്നുള്ളത് ഭയങ്കര ടെൻഷനായിരുന്നു. അവർക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. എനിക്കും അവരങ്ങനെ പറഞ്ഞു തന്നു, വിശ്വസിക്കുക, നമുക്ക് കിട്ടുമെന്നൊക്കെ വിശ്വസിക്കുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വിശ്വസിച്ചു. അതിന് ഞങ്ങൾ വിസയ്ക്ക് കൊടുത്ത് അയർലൻഡിലേക്ക് ഞങ്ങളുടെ വിസ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞതിൻ്റെ 8ാമത്തെ ദിവസം ഞങ്ങൾക്ക് വിസ അപ്രൂവ് ആയി എന്ന് പറഞ്ഞുള്ള മെസ്സേജ് വന്നു. അങ്ങനെ ഞങ്ങൾക്ക് വിസ കിട്ടി. ഈ മാസം 13-ാം തീയതി ഞാൻ അയർലൻഡിലേക്ക് പോവുകയാണ്. ഇതാണ് മാതാവ് എനിക്ക് തന്ന ഏറ്റവും വലിയ സാക്ഷ്യം. ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞാനത് വിട്ട് കളഞ്ഞായിരുന്നു, ഇനി ഇത് നടക്കുകയില്ല എന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് അത് ലഭിച്ചു. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ അനാഥ മന്ദിരം സന്ദർശിക്കുമായിരുന്നു. പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പൊതിച്ചോറ് കൊണ്ട് കൊടുക്കാൻ പോയിട്ടുണ്ട്. ബുദ്ധിമാന്യമുള്ള പിള്ളേരുടെ അടുത്തൊക്കെ ഞാൻ പോയി ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. മാനസികാരോഗ്യ കേന്ദ്രത്തിലൊക്കെ പോയി ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. പിന്നെ പത്രപ്രവർത്തനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്ന കണ്ണൂരാണ്. അവിടെ എല്ലാ ടൗണുകളിലും ബസ് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലും എല്ലാം ഞാൻ പോയി കൊടുക്കും. എല്ലാവരും ഒന്നും ആദ്യം മേടിക്കത്തില്ല, വേറെ പണിയൊന്നും ഇല്ലെന്ന് വെച്ച് വിട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ചിരിച്ചുകൊണ്ട് തന്നെ അവിടെ നിന്ന് പോയത്. അർഹതയുള്ളവർക്ക് മാത്രം കിട്ടിയാൽ മതി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോയത്. ഞാൻ എല്ലാ എൻ്റെ 3 കെട്ട് പത്രത്തിൻ്റെ മുകളിൽ ഞാൻ ഓരോ വചനം എഴുതും. എന്നിട്ടാണ് ഞാനത് എല്ലാവർക്കും കൊടുക്കുന്നത്. പിന്നെ ആത്മീയതയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്മീയപരമായി ഞാൻ പ്രാർത്ഥനയിൽ ഒത്തിരി വളരാൻ സാധിച്ചു. എനിക്ക് ഇന്നത് വേണം, അതെനിക്ക് കിട്ടിയേ തീരൂ ഈശോയെ എന്ന് പറയുന്നതിലുപരി, ഈശോയെ എൻ്റെ ആഗ്രഹം ഇതാണ്, നിനക്ക് നീ ആഗ്രഹിക്കുന്നെങ്കിൽ എനിക്കിത് തരണേ എന്ന് പറയാൻ തക്ക ഒരു തലത്തിലേക്ക് എന്നെ ഉടമ്പടി വളർത്തി. അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 49-ാം തിരുവചനം പറയുന്നു, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ജോസ്നയുടെ മനോഹരമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം കേട്ടത്. ജോസ്ന പരിശുദ്ധ അമ്മയിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഉടമ്പടി നിബന്ധനകൾ കൃത്യമായി പാലിച്ച് തൻ്റെ ആഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. എൻ്റെ ഇഷ്ടമല്ല, ഈശോയുടെ ഇഷ്ടം എന്നിൽ നിറവേറണം, എനിക്ക് ജോലിയും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ആവശ്യമുണ്ടെന്ന് അമ്മയ്ക്കറിയാമല്ലോ. അമ്മ തന്നെ എൻ്റെ കാര്യത്തിലൊരു തീരുമാനമെടുക്കണമെന്ന സമ്പൂർണ്ണമായൊരു സമർപ്പണമായിരുന്നു ജോസ്ന നടത്തിയത്. നാം സ്വർഗസ്ഥനായ പിതാവേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ രാജ്യം വരണമേ, അവിടുത്തെ നാമം പൂജിതമാകണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഇഷ്ടങ്ങൾക്കൊന്നും അവിടെ യാതൊരു പ്രസക്തിയുമില്ല. ഇനി എൻ്റെ കാര്യങ്ങളെല്ലാം ഈശോയാണ് നിറവേറ്റി തരുന്നതും എനിക്ക് സാധിക്കുന്ന, എനിക്ക് പറ്റിയ ഒരു ജോലിയാണ്, ജീവിതാന്തസ്സാണ് എനിക്ക് തരാൻ പോകുന്നതെന്ന് പൂർണ്ണമായ വിശ്വാസം ജോസ്നയ്ക്കുണ്ടായിരുന്നു. ഉടമ്പടിയിലേക്ക് കടന്നു വരുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മെ കൂട്ടിപ്പിടിക്കുന്നത്, ചേർത്ത് പിടിക്കുന്നത് ഈ ഒരു വിശ്വസ്തതയിലാണ്. തൻ്റെ തിരുക്കുമാരൻ എന്തു തന്നെ കൊടുക്കാൻ തയ്യാറായാലും അത് സ്വീകരിക്കാൻ പരിപക്വമായ ഒരു ഹൃദയത്തെ വാർത്തെടുക്കുന്ന ഒരു പ്രക്രിയയാണ് ഉടമ്പടി എന്ന് പറയുന്നത്. ഉടമ്പടിയിലൂടെ നാം രൂപീകരിക്കപ്പെടുന്നത് ക്രിസ്തുവിനെ തന്നെയാണ്. വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്ന പോലെ, ക്രിസ്തുവിനിൽ രൂപപ്പെടുന്നത് വരെ ഞാൻ ഈറ്റുനോവ് അനുഭവിക്കുന്നുവെന്ന് വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നു. ഓരോരുത്തരുടെയും ഒരു പ്രസവ കാലഘട്ടം പോലെയാണ്, എപ്പോഴുമുള്ള ഒരു അസ്വസ്ഥതയാണ്, എനിക്ക് ഈശോ മതിയായില്ല എന്നുള്ള ഒരു തോന്നലാണ് എപ്പോഴും ഉടമ്പടിയിൽ ഉണ്ടായിരിക്കേണ്ടതും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും. ഓരോരുത്തരുടെയും സാക്ഷ്യങ്ങൾ വെളിപ്പെടുത്തുന്നത് അതാണ്. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പരിപാവനമായ അൾത്താരയിൽ കയറി നിന്നുകൊണ്ട് ഓരോരുത്തരും പ്രത്യക്ഷീകരണ സാക്ഷ്യങ്ങൾ ഏറ്റുപറയുമ്പോൾ നമുക്ക് നമ്മുടെ നിയോഗങ്ങളെ ചേർത്ത് വയ്ക്കാം. ലോകം മുഴുവനുമുള്ള എല്ലാ ഉടമ്പടി സഹോദരങ്ങളെയും നമുക്ക് ഓർക്കുകയും അവരുടെ നിയോഗങ്ങളെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ജോസ്നയുടെ മനോഹരമായ ഈ സാക്ഷ്യത്തിനെ പരിശുദ്ധ അമ്മ സാക്ഷിയാണ്. ഈശോ കൂട്ടുനിൽക്കുന്നു, ഈശോ കൂടെ നടക്കുന്നു, ഈശോ അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ജോസ്നയുടെ ഈ സാക്ഷ്യത്തിനെ പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും വലിയൊരു കൈയടി നൽകി നമുക്ക് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.